നന്മകൾ കിട്ടുമ്പോൾ ആളുകൾക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുക, നീ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു കാര്യം നീ 10 കാര്യങ്ങൾ അയച്ചു കൊടുത്താൽ ഒന്നെങ്കിലും ഒക്കെ അവനൊരു പക്ഷേ അത് ശ്രദ്ധിക്കാതിരിക്കുകയില്ല. നീ അത് സ്ഥിരമായി ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ കാര്യം ചിന്തിക്കുക, ഇവനെങ്ങാനും ഞാൻ പറഞ്ഞത് കൊടുത്ത് കേട്ടത് നീ അമൽ ചെയ്താൽ അവൻ ചെയ്യുന്ന അമലിനൊക്കെ ഒരു പ്രതിഫലം എനിക്കുമുണ്ട് എന്നുള്ളത്. പക്ഷെ ഇവിടെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ പ്രചരിപ്പിക്കുന്ന കാര്യം അത് കൃത്യമായ സ്രോതസ്സിലുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രചരിപ്പിക്കുക എന്നുള്ളതല്ല. കാരണം ഇത് വളരെ എളുപ്പമാണ് പ്രചരിപ്പിക്കുക എന്നുള്ളത്. പണ്ട് കാലത്തെ പോലെ ഓടി നടന്ന് കഷ്ടപ്പെട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥ ഇന്നില്ല. ഒരൊറ്റ നെക്കലിന് നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ അതിന്റെ ഇരുതല മൂർച്ചയുള്ള ഒരു കാര്യമാണ്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് അപകടം തരുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പമുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ ചിലപ്പോൾ തൗഹീദാണെന്ന് വിചാരിച്ച് ശിർക്ക് നമ്മൾ ഒരിക്കലും പ്രചരിപ്പിക്കാൻ പാടില്ല. സുന്നത്താണെന്ന് വിചാരിച്ച് ബിദ്അത്തുകൾ പ്രചരിപ്പിക്കാൻ പാടില്ല. അഹ്ലു സുന്നത്തിന്റെ അഖീദയാണ്, അഹ്ലു സുന്നത്തിന്റെ അമലുകളാണ് എന്ന് വിചാരിച്ച് ബിദ്അത്തിന്റെ കക്ഷികളുടെ വിശ്വാസവും പ്രവർത്തനങ്ങളും പ്രചരിപ്പിക്കാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മഹാന്മാരായ നമുക്ക് അവലംബമായി അർഹിക്കാൻ പറ്റുന്നതായ പണ്ഡിതന്മാരുടെ അങ്ങനെയുള്ള ആളുകളുടെ കാര്യങ്ങൾ മാത്രം അത് പ്രചരിപ്പിച്ചു കൊടുത്താൽ സഹോദരങ്ങളെ ഈ പ്രതിഫലം നമുക്ക്